അപ്പൊ എങ്ങനെയാ തിരിച്ചു പോവല്ലേ ആ പഴയകാല സ്കൂൾ ജീവിത ഓർമ്മകളിലേക്ക്? കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ ലെമൺ ലൈവ് UK. നമ്മൾ ഒരേ നാട്ടുകാരാ. അതെ, ഈ കോമ്പറ്റീഷൻസ് പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സ്കൂളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന പൊതിച്ചോറ്. സത്യം പറഞ്ഞ ആ ലഞ്ച് ബ്രേക്ക് ടൈമിൽ ഫ്രണ്ട്സിൻ്റെ എല്ലാം പാത്രത്തിൽ നിന്നുള്ള കറികളും വാരി നമ്മളുടെ പൊതിച്ചോറിലേക്ക് ഇട്ട് അത് അവർക്കും കൊടുത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആ പൊതിച്ചോറൊക്കെ കഴിക്കുന്ന ആ ഒരു സ്വാദ്, അന്ന് അതിന് എത്രത്തോളം സ്വാദുണ്ടായിരുന്നോ അതിൻ്റെ ഇരട്ടി ഇന്ന് ആലോചിക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പൊതിച്ചോറ് മാത്രമല്ല കേട്ടോ, സ്കൂളിലെ കഞ്ഞി. ഈ പൊതിച്ചോറ് കൊണ്ടുപോയി ഇഷ്ടപ്പെടാതെ വരുമ്പോൾ സ്കൂളിലെ കഞ്ഞി കഴിക്കാൻ പോകും. അതിനും എന്തൊരു സ്വാദാ. അതുപോലെ തന്നെ പണ്ട് ആശാൻ പള്ളിക്കൂടം, ഇന്നത്തെ അങ്കനവാടി, അവിടെ കിട്ടുന്ന ഉപ്പുമാവ്. സത്യം പറഞ്ഞാൽ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഉപ്പുമാവിനേക്കാളും ടേസ്റ്റ് അതിനാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ. നമ്മുടെ ഈ സ്കൂളുകളുടെയൊക്കെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് എപ്പോഴും ഒരു പെട്ടിക്കട കാണാറുണ്ട്. ആ പെട്ടിക്കടയിൽ ബോട്ടിൽസ് പോലത്തെ പാത്രങ്ങളിൽ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത്, അരിനെല്ലിക്ക ഉപ്പിലിട്ടത്, തേൻനിലാവ്, പാലോട്ടി, നാരങ്ങ മിഠായി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് കാണാം. അത് കണ്ടുകൊണ്ടായിരിക്കും സ്കൂളിലേക്ക് കയറി വരുന്നത് തന്നെ അല്ലേ. അത് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കാൻ എന്ത് ടേസ്റ്റുള്ള ഒരു കാര്യമാണല്ലേ. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ തൊട്ടാവാടികളെ കാണാം. ഈ തൊട്ടാവാടികൾ തൊട്ടാവാടും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി വിട്ടിട്ടാണ് വരുന്നത്. ഒന്നിനെ പോലും വിടാറില്ല. ഇന്നും നാട്ടിൽ ചെന്നാൽ ഞാൻ ഈ തൊട്ടാവാടിയെ കണ്ട ഒന്ന് ചവിട്ടി നോക്കാറുണ്ട്. അത് ഇങ്ങനെ തൊട്ടാലും വാടുകയും തുറക്കുകയും ചെയ്യുന്ന കാണാനുള്ള ആ ഒരു എന്തോ ഒരു കൊതിയാണ്. പണ്ടൊക്കെ നമുക്ക് ഈ മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ ബാൻഡേഡ് അല്ല, പകരം ഈ വട്ടയുടെ തണ്ട് വിലയായിട്ടുള്ള ഭാഗത്തുനിന്ന് എടുക്കുന്ന ഒരു തരം കറയുണ്ട്. ആ കറ പുരട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ബാൻഡേഡ് പോലെയാണ് അത് ആക്ട് ചെയ്യാറ്. ആ കറയൊക്കെ നിങ്ങൾ പുരട്ടിയിട്ടുണ്ടോ? കൂടുതൽ ഓർമ്മകളായി തിരിച്ചു വരാം കുറച്ച് പാട്ടുകൾക്ക് ശേഷം.